തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ഇടപെടലുകൾ DR ഫാൻസ് എന്ന അഴിമതി കൂട്ടായ്മയ്ക്ക് എതിരായിരുന്നു. പല ഇടപെടലുകളും അതുകാരണം നടന്നില്ല. ഈ ഗ്രൂപ്പിലെ പ്രധാനിയാണ് ഡോക്ടർ റുവൈസ്. ഡോക്ടർ ഷഹാന കേസിൽ റുവൈസിനെ രക്ഷിച്ചെടുക്കാൻ മുന്നിൽ നിൽക്കുന്നതും DR ഫാൻസ് ആണ്. ഇതിന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ ചിലരും ഒത്താശ ചെയ്തു. അതുകൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പ് അടക്കം പുറത്തുവരാൻ വൈകിയതും. റുവൈസിന്റെ പേര് ആത്മഹത്യാക്കുറിപ്പിൽ ഇല്ലെന്നും പറഞ്ഞു വെച്ചു. ഇതെല്ലാം കളവാണെന്ന് തെളിഞ്ഞു. അതിനിടെ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെ വിമർശിച്ചതിലുള്ള പ്രതികാരമായാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ഡോക്ടർ ഷഹാന ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ മെഡിക്കൽ PG വിദ്യാർത്ഥി ഡോക്ടർ EA റുവൈസ് ഹൈക്കോടതിയിൽ പറഞ്ഞു. ജാമ്യ ഹർജിയിൽ വാദത്തിനിടെയാണ് ഇക്കാര്യം ആരോപിച്ചത്. കേസിൽ റുവൈസിന്റെ അച്ഛന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഈ അറസ്റ്റ് ഒഴിവാക്കിയതും പോലീസിന്റെ തന്ത്രമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അച്ഛന് ജാമ്യം കിട്ടിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലാണ് റുവൈസിന്റെ ജാമ്യ ഹർജിയിലെ വാദം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വന്ദനാദാസ് കൊലക്കേസിൽ റുവൈസ് കടന്നാക്രമിച്ചത് ആരോഗ്യമന്ത്രിയെയായിരുന്നു. എന്നാൽ ഹൈക്കോടതിയിലെ റുവൈസിന്റെ അഭിപ്രായം കോടതി ഗൗരവത്തോടെ എടുത്തിട്ടില്ല. അങ്ങനെ പറയാനാവില്ലെന്നും സ്ത്രീധനം ആവശ്യപ്പെടുന്നത് കുറ്റമാണെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് P ഗോപിനാഥ് പറഞ്ഞു. ഡോക്ടർ EA റുവൈസ് സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിലുള്ള മനോവിഷമം മൂലം ഡോക്ടർ ഷഹാന ആത്മഹത്യ ചെയ്തെന്നാണ് കേസ്. സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് അറസ്റ്റെന്നും സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന ആരോപണം ശരിയല്ലെന്നും PG കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം വിവാഹം നടത്താമെന്ന് പറഞ്ഞത് ഷഹാന സമ്മതിച്ചിരുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു. ഇതെല്ലാം DR ഫാൻസിന്റെ തന്ത്രമാണ്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്ന കേസിൽ പ്രതിയെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. കുട്ടിയുടേത് കൊലപാതകമെന്ന് കോടതി വിധിയിലുണ്ട്. എന്നാൽ തെളിവ് ശേഖരണത്തിൽ വീഴ്ച വരുത്തി. ഇതാണ് പ്രതിയെ വെറുതെ വിടാൻ കാരണം. കുട്ടിയുടെ മരണം അറിഞ്ഞ് വണ്ടിപ്പെരിയാറിൽ ഓടിയെത്തിയത് പ്രതിയുടെ അച്ഛനായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്താതിരിക്കാൻ പോലും ശ്രമം നടന്നു. അതിനുശേഷം അന്വേഷണം അട്ടിമറിച്ചു. അങ്ങനെ പ്രതിയെ കുറ്റവിമുക്തനാക്കി. ഇതേ ഇടപെടലുകൾ ഡോക്ടർ ഷഹാന കേസിലും സംഭവിക്കുമെന്നാണ് വിലയിരുത്തൽ. റുവൈസിനെതിരെയുള്ളത് ആരോഗ്യമന്ത്രിയുടെ പകയാണെന്ന് വരുത്താനാണ് നീക്കം. തുടക്കത്തിൽ അപ്രസക്തമായ കേസ് ഉയർന്നു വന്നത് ആരോഗ്യമന്ത്രിയുടെ ഇടപെടലിലാണ്. സ്ത്രീധനം ചോദിക്കുക എന്നത് ഗുരുതര കുറ്റകൃത്യമാണ്. ഇത് മനസ്സിലാക്കിയാണ് ആത്മഹത്യാക്കുറിപ്പ് അടക്കം തുടക്കത്തിൽ രഹസ്യമാക്കിയത്. സ്ത്രീധന വിവരങ്ങൾ ഷഹാനയുടെ കുടുംബം പുറത്തുവിട്ടത് കൊണ്ട് മാത്രമാണ് കേസിൽ വഴിത്തിരിവായത്. ആരോഗ്യമന്ത്രിയും കൃത്യമായ ഇടപെടൽ നടത്തി. ഒളിവിൽ പോയ റുവൈസിന്റെ പിതാവിന്റെ ചിത്രം പോലും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒളിവിൽ കഴിയുമ്പോഴും കറങ്ങി നടക്കാൻ കഴിഞ്ഞു. ഓയൂരിലും മറ്റും പ്രതികളെ പിടികൂടാൻ കാട്ടിയ ആവേശം ഈ കേസിൽ പോലീസ് എടുത്തില്ല. പ്രതിയുടെ ചിത്രം പുറത്തു വന്നിരുന്നുവെങ്കിൽ നാട്ടുകാർ തന്നെ ഈ സ്ത്രീധന പീഡകനെ പിടിക്കുമായിരുന്നു. അങ്ങനെയെല്ലാം റുവൈസിന്റെ അച്ഛനെ സഹായിച്ചു. ഷഹാനയുടെ മരണം വൻ ചർച്ചയായതോടെയാണ് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനും റുവൈസിനെ അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറായത്. ഡോക്ടർ ഷഹാന ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതി റുവൈസിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരത്തെ കോടതി തള്ളിയത് ഗുരുതര പരാമർശങ്ങളുമായാണ്. തിരുവനന്തപുരം ACJM കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കുറ്റം അതീവ ഗൗരവമുള്ളതാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്ന വാദം കൂടി പരിഗണിച്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത്. എന്നാൽ ഈ ജാമ്യ ഹർജിയിലെ നിരീക്ഷണം കണ്ടിട്ടും കേട്ടിട്ടും പോലീസിന് മാത്രം കുലുക്കമില്ല. ഇതാണ് റുവൈസിന്റെ അച്ഛന് തുണയായതും. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. ഇനി അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ ചെയ്യേണ്ട നമ്പർ 9037242243.